നമ്മുടെ കിടിലൻ രുചിയിലുള്ള ചക്കയുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാസർഗോഡൻ സ്പെഷ്യൽ ചക്കയുടെയാണ്. ചക്കയുടെ തയ്യാറാക്കുന്നതിന് വേണ്ടി നല്ല പഴുത്ത ചക്ക ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയുടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചക്കയൊന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. ശർക്കരപ്പാനി നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കച്ചുളകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചക്കപ്പഴം ശർക്കര പാനിയിൽ കിടന്ന് നല്ലതുപോലെ വഴണ്ട് റെഡിയായി വരുന്നുണ്ട്. ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ശർക്കരപ്പാനിയിൽ ചക്കപ്പഴം വഴറ്റിയിട്ട് ചക്കയുടെ ആക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ചക്കപ്പഴം നല്ലതുപോലെ വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ഇപ്പം നല്ലപോലെ ചക്ക സോഫ്റ്റ് ആയിട്ട് ഈ ചക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പഴം വഴറ്റിയത് നല്ലതുപോലെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പത്തരി പരുവത്തിൽ പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി വെള്ളമില്ലാതെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം. ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ കൂടിയുള്ള മിക്സ് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ, ഒത്തിരി കട്ടിയുമല്ല ഒത്തിരി ലൂസും അല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. കാസർഗോഡൻ സ്പെഷ്യൽ ചക്കയുടെ നമ്മൾ ഈ പ്ലേറ്റിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം. നമ്മളൊരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് തൂത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഈ പ്ലേറ്റ് ഒന്ന് ചൂടായി വരുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് നല്ലതുപോലെ ചൂടായി ആവി കയറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ചക്കയുടെ മാവ് നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചക്കയുടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താത്തു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്കയുടെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കിടിലൻ രുചിയിലുള്ള ചക്കയുടെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ചക്കയുടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡൻ സ്പെഷ്യൽ ചക്കയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.